അന്ന് ആ താലി കഴുത്തിൽ വീഴുമ്പോൾ കണ്ണുകൾ നിറയുന്ന മറ്റാരും കാണാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അരുണ. എന്നിട്ടും പിടിച്ചിർത്താൻ കഴിയാതെ കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് പതിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ അത് സന്തോഷ കണ്ണീരായിരുന്നു. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഈ നല്ല മുഹൂർത്തത്തിന്റെ സന്തോഷം അവളുടെ കണ്ണുകളിൽ കണ്ടുകൊണ്ട് എല്ലാവരും പുഞ്ചിരിക്കുമ്പോൾ അരുണയുടെ ഇടനെഞ്ച് മാത്രം പിടക്കുകയായിരുന്നു. ഒരിക്കലും എന്നെ വളക്കാമെന്ന് നിന്റെ മോഹൻ നടക്കില്ലടോ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞവന്റെ അടുത്താണ് ഇപ്പോൾ മുഖത്ത് പോലും നോക്കാതിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിധി ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കരുതിയതല്ല. പക്ഷേ ആ കതിർ മണ്ഡപത്തിൽ അരവിന്ദനോട് ചേർന്നിരിക്കുമ്പോഴും ചിന്തകൾ പുറകിലേക്ക് ഓടുകയായിരുന്നു. വീടിന്റെ പ്രാരാബ്ദം തീർക്കാൻ പഠിപ്പ് നിർത്തി ഒരു ഫാൻസി ഷോപ്പിൽ ജോലി കയറുമ്പോൾ ജീവിതം ഒരു നൂലിന്മേൽ കളി പോലെ ആയിരുന്നു. കൂലിപ്പണിക്കാരനായ അച്ഛനും വീട്ടിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന അമ്മയും താഴെയുള്ള അനിയനും അനിയത്തിയും. ആഴ്ച തികച്ചു കിട്ടാത്ത അച്ഛന്റെ വരുമാനം വീടിന്റെ ബാധ്യതകൾ പെരുക്കിയപ്പോൾ താഴെയുള്ളവരുടെ പഠിപ്പ് മുടങ്ങാതിരിക്കാനും വീടിന്റെ അടുപ്പ് പുക കെടുത്താതിരിക്കാനും വേണ്ടി സ്വന്തം പഠിപ്പ് വേണ്ടെന്ന് വെച്ചിറങ്ങുമ്പോൾ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒരുപാടായിരുന്നു. ഇപ്പോഴുള്ള വരുമാനം കൊണ്ട് എവിടെയും എത്തില്ലെന്ന് അറിയാമായിരുന്നെങ്കിലും അന്ന് ഫാൻസി ഷോപ്പിൽ കയറി വന്ന ആളോട് മര്യാദയോടെ പെരുമാറുമ്പോൾ അറിഞ്ഞില്ല പിന്നീട് അയാൾ ഒരു ശല്യമാവുമെന്ന്. അന്നു മുതൽ കടയിലെ സ്ഥിരം കസ്റ്റമറായ അയാൾ അവൾ പോയിന്നിടത്തെല്ലാം സ്ഥിര യാത്രികനായും ഉണ്ടാവും. ഡി, അയാൾ സ്ഥിരം ഉണ്ടല്ലോ നിന്റെ പുറകെ. നിന്നോട് അയാൾക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പാവം, കുറെ ദിവസമായി നിന്റെ പുറകെ. ഒന്ന് ചിരിച്ച് കാണിച്ചേക്കടി, അയാൾക്കൊന്ന് സന്തോഷാവട്ടെ എന്ന് കൂടെയുള്ള ചേച്ചി ചിരിയോടെ പറയുമ്പോൾ അരുണക്ക് കണങ്കാൽ മുതൽ ദേഷ്യം ഇരച്ച് കയറുന്നുണ്ടായിരുന്നു. ചേച്ചിയൊന്നും ചുമ്മാതിരുന്നേ, കണ്ടമാരുടെയൊക്കെ ചിരിച്ചു കാണിക്കലാണ് എനിക്ക് പണി. കണ്ടാലേ അറിയാം തനി പോവാനാണെന്ന്. ഇവർക്ക് ഇതൊക്കെ ഒരു നേരം പോക്കാം. നമ്മളതിൽ ചെന്ന് ചാടി കൊടുത്താൽ മതി ജീവിതം പണ്ടാരടങ്ങി പോവാൻ. അങ്ങനെ കണ്ടവൻ്റെ ഓഞ്ഞ് ചിരിക്കുമ്പിൽ നിന്ന് കൊടുക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് അല്ലെങ്കിൽ തന്നെ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഇതുപോലുള്ള ഒരു പിരി കൂടി സഹിക്കാൻ താല്പര്യമില്ല. അവിടെ അറുത്തു മുറിച്ചുള്ള വാക്ക് കേട്ടപ്പോൾ ചേച്ചി ചിരിർത്തിക്കൊണ്ട് പിന്നെ ഒന്നും മിണ്ടാതെ ബസ് കാത്ത് നിന്നു. അതേസമയം ബസ് വരാൻ വൈകുന്നതിന്റെ അക്ഷമയോടെ നിൽക്കുന്ന അവൾക്കരികിലേക്ക് വരുന്ന അവനെ അരുണ കണ്ടിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെ മുഖം തിരിച്ച് എതിർദിശയിലേക്ക് നോക്കി നിൽക്കുന്ന അവൾക്കരികിലെത്തിയ അയാൾ ഒന്ന് മടിച്ചാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു. അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് കേൾക്കാത്ത പോലെ നിൽക്കുന്ന അവളെ നോക്കിക്കൊണ്ട് അവൻ തുടർന്നു. എൻ്റെ പേര് അരവിന്ദൻ, ഞാനൊരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് ഇയാളെ ഫാൻസി സ്റ്റോറിൽ കണ്ട മുതൽ മനസ്സിലൊരു ഇഷ്ടം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുതലാളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് മുഴുവനാകും മുന്നേ അവൾ അവന് നേരെ തിരിഞ്ഞ് രൂക്ഷതയുടെ മുഖത്തേക്ക് നോക്കി. അതെ, നിങ്ങളെപ്പോലുള്ള കുറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ വഴിയിൽ നിന്നും മറ്റു പലയിടങ്ങളിൽ പിന്തുടർന്നും എല്ലാം മനസ്സിലാക്കി ഇഷ്ടമാണെന്ന് പറയുന്ന അവന്മാരെ. അതിൽ വീണു പോകുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നെ അതിൽ പെടുത്തണ്ട. അങ്ങനെ വഴിയിൽ നിന്ന് കൈ കാണിക്കുന്ന ഒരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കാനും കാപ്പി കുടിക്കാനൊക്കെ വേറെ ആളെ നോക്ക്. ഇയാൾ എൻ്റെ പിന്നാലാണെന്നുള്ള ചെരുപ്പ് തേക്കണ്ട. അവളുടെ എടുത്തടിച്ച പോലെയുള്ള മറുപടിയിൽ ചൂളിപ്പോയവൻ നാലുപാട് നോക്കി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അടുത്ത ചേച്ചി മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പാക്കി വേറെ ആരും കണ്ടില്ലെന്ന സമാധാനത്തോടെ വേഗം പിന്തിരിഞ്ഞ് അടക്കുമ്പോൾ അവളുടെ മുഖത്ത് ദേഷ്യം കനം കെട്ടി തന്നെ നിന്നിരുന്നു. അതേ ആളുടെ താലിച്ചെരടാണ് ഇപ്പോൾ കഴുത്തിൽ. അന്ന് കൺമുമ്പിൽ നിന്ന് നാണക്കേടോടെ പോകുമ്പോൾ അത് നേരിട്ടൊരാലോചനയായി വരുമെന്ന് കരുതിയില്ല. വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും താഴെയുള്ളവരുടെ ഭാവി നിന്റെ കയ്യിലാണെന്ന് പറയുന്ന അച്ഛൻ. നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കുടുംബം രക്ഷപ്പെടും. അതിനുവേണ്ടിയല്ലേ മോള് പഠിപ്പ് പോലും കളഞ്ഞത്. ഇപ്പൊ വന്ന ആളുകൾക്ക് പഠിപ്പിക്കാനും സമ്മതമാണെന്ന് പറയുന്ന അമ്മ, ഇടവല നിൽക്കുന്ന അനിയനും അനിയത്തിയും. ഒടുവിൽ പാതി മനസ്സോടെ സമ്മതം മൂളുമ്പോൾ ജീവിതം ഒരു ചോദ്യചിഹ്നമായി തോന്നി അവൾക്ക്. വിവാഹം കഴിഞ്ഞ് എല്ലാവരും പിരിയുന്നവരെ എല്ലാവർക്കും മുമ്പിലും ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടിലെ ഓരോ ആളുകൾ കുറയുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു പേടി കടൽ പോലെ ഇരുമ്പിയെടുക്കാൻ തുടങ്ങിയിരുന്നു. അന്ന് മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പ്രതികാരമാണ് ഈ വിവാഹമെങ്കിൽ. രാത്രി കിടക്കാൻ നേരം അമ്മ സ്നേഹത്തോടെ കയ്യിലൊരു ഗ്ലാസ് പാല് വെച്ച് തന്ന് മണിയറയിലേക്ക് വിടുമ്പോൾ ഹൃദയം പേടി കൊണ്ട് പെരുമ്പറ കൊട്ടുകയായിരുന്നു. റൂമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അകത്ത് മൊബൈൽ ആരോട് സംസാരിച്ച് നിൽക്കുന്ന അരവിന്ദനെ കണ്ടപ്പോൾ ഉള്ളിലേക്ക് വെച്ച് കാല് വിറക്കാൻ തുടങ്ങി. പതിയെ മുഖം താഴ്ത്തി അകത്തേക്ക് കയറുമ്പോൾ അരുണ അകത്തേക്ക് വരുന്ന കണ്ട് ഫോൺ ചെവിയിൽ വെച്ച് തന്നെ അരവിന്ദൻ അവളെ മറികടന്ന് വാതിൽ വലിച്ചടച്ചു. ആ ശബ്ദം കേട്ട് പേടിയോടെ ശരീരം വിറക്കുന്ന അവളിൽ നിന്ന് പാല് തുളുമ്പി താഴെ വീഴുമ്പോൾ ഒന്നും മിണ്ടാതെ അരികിലെത്തി അവൻ ആ ഗ്ലാസ് വാങ്ങി മേശപ്പുറത്ത് വെച്ച് ഫോണിൽ സംസാരം തുടർന്നു. അതേടാ, ഇന്നാണ് ഞാൻ ആഗ്രഹിച്ച ദിവസം. നിനക്കറിയാലോ തന്നെ, മനസ്സ് വേദനിച്ചാൽ പിന്നെ ആഗ്രഹിച്ച് നേടിയെടുക്കാതെയും വേദനിപ്പിച്ചവരെ തിരിച്ച് വേദനിപ്പിക്കാതെയും എനിക്ക് ഉറക്കം വരില്ലെന്ന്. ശരി, ബാക്കി ഞാൻ നാളെ പറയാം. ഇപ്പൊ നീ വെച്ചോ. ഇന്നാണ് ഞാൻ ആഗ്രഹിച്ച ആ ദിവസം, എൻ്റെ ആദ്യ രാത്രി എന്നും പറഞ്ഞ് അരവിന്ദൻ ഫോൺ കട്ടാക്കുമ്പോൾ ആ സംസാരം കേട്ട് ആര്യയിലെ പോലെ വിറക്കിയായിരുന്നു അരുണ. അവന്റെ വാക്കിൽ നിന്ന് അവൾക്ക് മനസ്സിലായി ഈ കല്യാണം ഒരു പ്രതികാരമാണെന്ന്. ഇനി തന്റെ ജീവിതം ഇവിടെ നരകമായിരിക്കുമെന്ന്. കലങ്ങിയ കണ്ണുകളുമായി വിറയലോടെ നിൽക്കുന്ന അവൾക്കരികിലേക്ക് വന്നിരുന്ന അരവിന്ദൻ. ഇയാളാദ്യം ഇവിടെ നിന്ന് ഇരുന്നേ, എനിക്ക് കുറച്ച് പറയാനുണ്ട്. അവന്റെ വാക്കുകളിലുള്ള ഗൗരവം അവളിൽ ഭയം ജനിപ്പിച്ചു. ഇരിക്കടിയോളെ, നിനക്കതാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പൊ എന്തിനാവും ഈ കരച്ചില്? അന്ന് ഇതൊന്നും കണ്ടില്ലല്ലോ. എന്തായിരുന്നു പെണ്ണിന്റെ ഉശിരി? അവന്റെ കനപ്പിച്ചുള്ള വാക്കുകൾ കേട്ട് പേടിയോടെ അവനരികിലിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി.
അന്ന് ഞാൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ലായിരുന്നു. എല്ലാത്തിലും വലുത് എനിക്ക് എൻ്റെ കുടുംബമാണ്. പെണ്ണൊന്ന് താഴെ നിന്നാൽ പഞ്ചാര വാക്കുമായിട്ട് പിറകെ വരാൻ ഒരുപാട് പേരുണ്ടാവും. നീ ഒറ്റയ്ക്ക് പോകുന്ന പെണ്ണാണ്, അതുകൊണ്ട് എപ്പോഴും ധൈര്യത്തോടെ നിൽക്കണം, ആർക്കും മുമ്പിലെന്ന് എൻ്റെ അമ്മ പറയാറുണ്ടേ. അത് തന്നെയാണ് ഞാൻ ചെയ്തു. അതിലൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല, അന്നും ഇപ്പോഴും. എനിക്കറിയാം അതിൻ്റെ വാശി തീർക്കാനാണ് ഇങ്ങനെ ഒരു വിവാഹം നടത്തിയെന്ന്. അതുപോലെ എൻ്റെ കുടുംബത്തിനെ കണ്ണീര് കുറച്ചെങ്കിലും കുറക്കാൻ കഴിയുന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. ഞാൻ തോറ്റാലും എൻ്റെ വീട്ടുകാർ രക്ഷപ്പെട്ടാൽ മതി. ഇതിൻ്റെ പേരിൽ എന്നോട് എന്ത് വേണേലും ആയിക്കോളൂ. എൻ്റെ വീട്ടുകാരോട് മാത്രം ഇതിന് പ്രതികാരം ചെയ്യരുത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവന് മുന്നിൽ തൊഴുകയോടെ നിൽക്കുമ്പോൾ അവൻ പതിയെ കയ്യിൽ പിടിച്ചു. പിന്നെ ഒരു കൈ കൊണ്ട് ആ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. സത്യത്തിൽ അന്ന് തന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യണമെന്ന താല്പര്യത്തോടെ അല്ല വന്നത്. ഇയാളോടൊന്ന് ചോദിച്ച് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാന്ന് കരുതിയായിരുന്നു. പക്ഷെ ആരെണ്ണം എടുത്തടിച്ച പോലെ സംസാരിച്ചപ്പോൾ സത്യത്തിൽ ദേഷ്യം തോന്നി. പിന്നീട് ആലോചിച്ചപ്പോൾ അതായിരുന്നു ശരിയെന്ന്. ഒരാണിന്റെ പഞ്ചാരവാക്കിന് മുമ്പിൽ തോൽക്കാതിരിക്കാനുള്ള തന്റെ എനിക്ക് ഇഷ്ടമായി. മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനുള്ള തന്റെ ഇടം കാണിക്കുന്ന പെണ്ണുങ്ങൾ വിരളമാണ്. അങ്ങനെ ഒരു പെണ്ണിനെ മുന്നിൽ കണ്ടപ്പോൾ വിട്ടുകളയാൻ തോന്നിയില്ല. അല്ലാതെ ഒരു പ്രതികാരമൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ തന്നെ ഒന്ന് പേടിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെയും താൻ എന്നെ തോൽപ്പിച്ചു. കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞെങ്കിലും ഇയാളുടെ വാക്കുകൾക്ക് വല്ലാതെ മൂർച്ചയുണ്ടായിരുന്നു, ഒരു ദൃഢതയുണ്ടായിരുന്നു, തോൽക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു പെണ്ണിനോട് പിന്നെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കാൻ? ഞാൻ തോറ്റാലും തൻ്റെ വീട്ടുകാർ തോൽക്കരുതെന്ന് ചിന്തിക്കുന്ന ഈ പെണ്ണിന്റെ മനസ്സിന് മുമ്പിൽ തോറ്റ ഞാനല്ലേ? അതുകൊണ്ട് കണ്ണൊക്കെ തുടച്ച് നല്ല കുട്ടിയായിട്ട് വാ. ചുമ്മാ പഴങ്കഥയും പ്രതികാരമായിട്ട് വെറുതെ ആദ്യരാത്രി എന്തിനു കളയണം? ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ കിട്ടൂ എന്ന് പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, പുലി പോലെ വന്നത് എലി പോലെ പോയത് നന്നായി, ഇല്ലെങ്കിൽ